ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നു. ചെറിയ ആരോപണമല്ല, 500 കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് നടത്തി എന്നാണ് ആരോപണം. ബാംഗ്ലൂർ ആസ്ഥാനമായി 500 കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ്. 1000 കോടിയുടെ ഭൂമി തട്ടിപ്പാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ 500 കോടിയിൽ ഒതുങ്ങി എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ചോദ്യം വന്നു. മറുപടി പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആദ്യം അദ്ദേഹം മറുപടി പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് കൈരളി ടിവിയോടാണ്. രണ്ടാമത് അദ്ദേഹം മറുപടി പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടർ ടിവിയോടാണ്. നാളെ അദ്ദേഹം ഏത് ന്യൂസ് ചാനലിന് എതിരെയാണ് പറയാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുകയാണ് കേരളം. പക്ഷേ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, അദ്ദേഹത്തിനെതിരെയാണ് ആരോപണം ഉയർന്നത്. സ്വാഭാവികമായി കെ.പി.സി.സി. പ്രസിഡന്റിനെതിരെ ഒരു ആരോപണം ഉയർന്നാൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ചാടിയിറങ്ങും. കെ.പി.സി.സി. പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ പ്രസ്താവന കള്ളമാണ് എന്തെങ്കിലും പറയും. ഗ്രൂപ്പ് സമവാക്യമൊക്കെ അതിനെ സ്വാധീനിക്കുമെങ്കിലും ചില നേതാക്കളൊക്കെ കെ.പി.സി.സി. പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ രംഗത്ത് വരാതിരിക്കില്ല. നേരെ CPIM നേതാവിനെതിരെയോ CPI നേതാവിനെതിരെയോ ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നാൽ വലിയ തോതിൽ സംരക്ഷിക്കാൻ ഓടിയെത്തും പാർട്ടി അണികളും പാർട്ടി നേതാക്കളും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരുമില്ല എന്നല്ല പറയുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷും ഉണ്ടായിരുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്നെ റിപ്പോർട്ടർ ടിവിയുടെ ലേഖകനോട് പറയുന്നതൊക്കെ ഇപ്പോൾ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റ് ഒരു നേതാക്കളും രംഗത്ത് വന്നില്ല. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ ബി.ജെ.പിയുടെ എല്ലാ ജനറൽ സെക്രട്ടറിമാരും രംഗത്തിറങ്ങേണ്ടേ? ബി.ജെ.പിയുടെ മുഴുവൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരും ഉപാധ്യക്ഷന്മാരും ഒക്കെ രംഗത്തിറങ്ങേണ്ടേ? ആരും ഒരക്ഷരം പറയുന്നില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ ചോദിച്ചാൽ പോലും ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ബി.ജെ.പിയിൽ രാജീവ് ചന്ദ്രശേഖർ ഒറ്റപ്പെടുകയാണ്. ബി.ജെ.പിക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 2 മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട്, കെ. സുരേന്ദ്രനും വി. മുരളീധരനും. വി. മുരളീധരൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു. ബി.ജെ.പിയുടെ ഒരു യോഗങ്ങളിലേക്കും കെ. സുരേന്ദ്രനെയും വി. മുരളീധരനെയും ക്ഷണിക്കുന്നില്ല. ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള യോഗങ്ങൾ. ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രനുണ്ട്. അദ്ദേഹത്തിന് കേരളത്തിന്റെ മുക്കും മൂലയും അറിയാം. എവിടെയൊക്കെ ബി.ജെ.പി ഉണ്ട്, എവിടെയൊക്കെ ബി.ജെ.പി ഇല്ല, എവിടെയൊക്കെ ഏതൊക്കെ തന്ത്രങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ അറിയാം. കെ. സുരേന്ദ്രൻ തന്നെ പറയുന്നത് എന്റെ കാലത്താണ് ബി.ജെ.പി കേരളത്തിൽ അല്പമെങ്കിലും വളർന്നത് എന്നാണ്. അതിൽ ശരിയുമുണ്ട്. വി. മുരളീധരൻ ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്, കേന്ദ്രമന്ത്രിയുമായിരുന്നു. കേരളത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായി അറിയുന്ന നേതാവാണ്. പക്ഷെ ഈ 2 നേതാക്കളെയും ആരും അടുപ്പിക്കുന്നില്ല. ഈ 2 നേതാക്കൾ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരന് എതിരെ നിൽക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തന ശൈലിക്ക് എതിരെയാണ്. ശൈലി മാറ്റണം എന്ന വിമർശനം നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു കോർപ്പറേറ്റ് സ്ഥാപനം നിയന്ത്രിക്കുന്നത് പോലെയാണ് ബി.ജെ.പിയെ നിയന്ത്രിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ് പറയുന്നത്. അത് അങ്ങനെ ആവാനേ സാധ്യതയുള്ളൂ. രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, അതോടൊപ്പം തന്നെ ഒരു കോർപ്പറേറ്റ് മുതലാളി കൂടിയാണ്. അദ്ദേഹത്തിന് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നയിച്ച പരിചയമാണുള്ളത്. രാഷ്ട്രീയ പാർട്ടിയെ നയിച്ച പരിചയമില്ല. മുകളിൽ നിന്ന് കെട്ടിയിറക്കിയതാണ് സംസ്ഥാന അധ്യക്ഷനായി. താഴെ നിന്ന് പ്രവർത്തിച്ച് മുകളിലേക്ക് കയറി വന്ന നേതാവല്ല. അതുകൊണ്ട് നേതാക്കളുടെ വികാരം, സാധാരണക്കാരുടെ വികാരം, അണികളുടെ വികാരം ഒന്നും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന തിരിച്ചറിവിലേക്ക് ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ നേതാക്കൾ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നു വന്ന ഈ ഗുരുതരമായ ആരോപണത്തെ പ്രതിരോധിക്കാൻ ബി.ജെ.പി നേതാക്കൾ രംഗത്തിറങ്ങേണ്ടതല്ലേ? എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? ആരും ഇറങ്ങിയില്ല എന്ന് പറയുന്നില്ല. S. സുരേഷ് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ വലങ്കൈ. S. സുരേഷ് മാത്രമാണ് അല്പമെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കാൻ വന്നിരിക്കുന്നത്. മറ്റൊരാൾ കൂടി രംഗത്ത് വന്നു. അത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി NDAയുടെ ഘടകകക്ഷിയാണ്. തുഷാർ വെള്ളാപ്പള്ളി മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരനെ സംരക്ഷിച്ചുകൊണ്ട് NDAയിലെ ഒരു ഘടകകക്ഷി നേതാവ് എന്ന നിലയിൽ രംഗത്ത് വന്നിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖരൻ, കറകളഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയാണ് രാജീവ് ചന്ദ്രശേഖരൻ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. മറ്റ് ഒരു ബി.ജെ.പി നേതാവും രംഗത്ത് വന്നില്ല. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ മുഖപത്രമായ ജന്മഭൂമിയിൽ
എന്താണ് നടന്നത് എന്ന് വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ലേഖനം പോലും വന്നില്ല, വാർത്ത പോലും വരുന്നില്ല എന്നതാണ് സ്ഥിതി. എന്ന് വെച്ചാൽ പൂർണ്ണമായും രാജീവ് ചന്ദ്രശേഖർ BJP-യിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. എന്നാൽ അങ്ങനെ പൂർണ്ണമായും ഒറ്റപ്പെടാൻ വിടില്ല രാജീവ് ചന്ദ്രശേഖരനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനോട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കളായാൽ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വരും, അതിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്, അദ്ദേഹം മറുപടി പറയും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നു വന്ന ആരോപണത്തെ അത്ര ഗൗരവമായി കാണുന്നില്ല എന്ന് VD സതീശന്റെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ്. അത്ര ഗൗരവത്തോടെ കാണേണ്ട വിഷയമല്ല എന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം മറുപടി പറയും. രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരും, അതിന് അദ്ദേഹം മറുപടി പറയും, അദ്ദേഹം മറുപടി പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതേ നിലപാട് തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ എടുക്കുന്നത്. സുപ്രീം കോടതി അഭിഭാഷകനാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയെക്കുറിച്ച് ഒരു പരിശോധനയും അന്വേഷണവും നടത്താൻ കർണാടക കോൺഗ്രസ് സർക്കാരും തയ്യാറാകുന്നില്ല. എന്ന് വെച്ചാൽ അന്തർധാര ആരൊക്കെ തമ്മിലാണ് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുമുണ്ട്. എന്നിരുന്നാലും BJP നേതാക്കൾ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്ന ചോദ്യമാണ് BJP-ക്കകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുള്ളത്. V മുരളീധരനെയും K സുരേന്ദ്രനെയും പൂർണ്ണമായും BJP-ക്കകത്ത് നിന്ന് BJP-യുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗം കൂടിയാണോ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ നടക്കുന്ന ഈ നീക്കം എന്ന സംശയമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനെതിരെ ഉയർന്നു വന്ന ആരോപണം, ആ ആരോപണത്തെ പ്രതിരോധിക്കാൻ സംസ്ഥാനത്തെ BJP നേതൃത്വം, BJP പ്രവർത്തകർ ഒന്നടങ്കം ഒന്നിച്ച് അണിനിരക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തു പറ്റി എന്ന ചോദ്യമാണ് ഉയർന്നത്. ഉത്തരം മറ്റൊന്നുമല്ല, രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP-യിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുന്നു എന്നത് തന്നെ.